ജോസ്കോ വനിതാരത്നം 3 സ്റ്റേജ് 2 റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം കവിത ഓൺ സ്റ്റേജ്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിൽ രേവതി ചെയ്ത രംഗാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ കാക്കോത്തി സ്റ്റൈലല്ലായി. നിങ്ങൾ ഇനി എൻ്റെ പെർഫോമൻസ് കാണണം. സാറേ കാക്കോത്തി കാക്കോത്തി അപ്പൂപ്പൻ താടി അതന്നെ ആയിക്കോട്ടെ. കല്ല് കൊത്താനുണ്ടോ? കല്ല് അമ്മ കൊത്താനുണ്ടോ? അമ്മ 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 കല്ലറ കല്ലാട്ടു കല്ല. സാറേ ഇതൊന്നും ഇവിടെ ഇല്ലേ? പഴയ കുപ്പി ചാക്ക് പേപ്പർ പഴയ ഉടുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ തരണേ സാ. ഉള്ളതെല്ലാം കീറി. പഴയൊന്നുമില്ല. ഗോ ഗോ പുതിയത് തന്നാലും മതി സാറേ. പഴങ്കഞ്ഞി ഉണ്ടോ സാറേ? പഴങ്കഞ്ഞി കുടിക്കാൻ. വിശന്നിട്ട് വയ്യ സാറേ, എന്തെങ്കിലും താ. ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? വാ ഞങ്ങളിവിടെ പോരെ. ഞങ്ങളുടെ സ്കൂളിലെ സാറാ, കാലം മൊത്തായി. കല്ല് കൊത്തുണ്ടോ? കല്ല് കാലമത്തുണ്ടോ? കല്ല് കാലമത്തുണ്ടോ? കല്ല് കാലമത്തുണ്ടോ? കല്ല്. സാർ കല്ല് കൊത്താനുണ്ടോ? കല്ല് കല്ല്. സാറ് നിന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യിൽ കല്ല് കൊത്താണ്ട്. നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ. വിളിക്കണോ? വിളിക്ക്. കല്ല് കൊത്താനുണ്ടോ? കല്ല്. ആ, കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം. വിളിക്കാം. കാലമത്താനുണ്ടോ? കാല്. എന്താ സാറേ കല്ല് കൊത്താനുണ്ടോ? ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 പൈസ കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താ സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട. മേലിൽ ഈ വഴിക്ക് വരണ്ട. പോ പോ. ആ, വിളിച്ചു കൂവാതെ നടക്കണം. പോ. കാലമത്താനുണ്ടോ? കാല്. നന്നായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് വലിയ റിഹേഴ്സലൊന്നും വേണ്ടി വന്നില്ലല്ലേ? അല്ല, ഞാൻ അവിടുന്ന് നടന്ന് വരണതേ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ഉൾക്കൊണ്ട വരവ് നന്നായി. ആ സ്വഭാവം ഒന്നും ഇവിടെ ഇറക്കിയില്ലല്ലോ എൻ്റെ അടുത്ത്. ശോഭന ചേച്ചി നന്നായിരുന്നു, വളരെ വളരെ നന്നായിരുന്നു. ഒരുപാട് ധൈര്യം വേണം അല്ല ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് ചെയ്യാൻ. അത് നന്നായിട്ട് ചെയ്തു. ജസ്റ്റ് എ ഫ്യൂ പോയിൻറ്റ്സ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി സിങ്ക് ആവാം. റെഗുലർ ജനറൽ പോയിൻ്റാണ്. പിന്നെ എക്സാമ്പിൾ അവിടെ വരവല്ലേ ഓടി വരണത്, അതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ ആയിപ്പോയി. സോ യു കുഡ് ഹവ് ഗോൺ ടു ദി സ്റ്റേജിൻ്റെ ബാക്ക് പോയിട്ട് കുഡ് ഹവ് യൂസ് ദാറ്റ് ആൻഡ് കം യുനോ. കുറച്ചും കൂടി ലെങ്ത് ഉണ്ടായിരുന്നു. സോ അതൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. സോ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ സിങ്ക്, ആ പടത്തിൻ്റെ സിങ്ക് ആവും. പിന്നെ അഗൈൻ ഡ്രാമ രേവതി ചെയ്തത് വളരെ നാച്ചുറലായിരുന്നു. നിങ്ങളെ നന്നായിരുന്നു. അത്
അത് കാണാതെ കണ്ട അതൊന്നും കാണേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യണം എന്ന് വരുമ്പോൾ കുറച്ച് ഒരു ആർട്ടിഫിഷ്യൽ എന്ന് പറയാം, അധികമല്ല, നന്നായിരുന്നു. ബട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് മോർ, എല്ലാവരും കുറച്ചും കൂടി നാച്ചുറൽ ആകാം, നന്നായിരുന്നു. ഓക്കെ, അനാവശ്യമായ ടെൻഷൻസ് നമ്മളെ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് കവിത. ടെൻഷൻ കൊണ്ട് ഒരു പെർഫോമർക്ക് യാതൊരു കാര്യവുമില്ല. എന്നാൽ ഒരു പെർഫോമർ എപ്പോഴും വാരി വലിച്ച് കയറ്റി വയ്ക്കുന്നത് ടെൻഷൻസാണ്. അനാവശ്യമായി അത് കൂടി ഇത് കൂടെ ടെൻഷൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപിടിക്കും. അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യാത്തതിൻ്റെ ഗുണമാണ് നമ്മളിവിടെ കണ്ടത്. ശോഭന പറഞ്ഞ പോയിന്റ് നമുക്ക് രണ്ട് ആംഗിളിൽ കാണാം അതിനെ. ഒന്ന്, രേവതിയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു പൊട്രയിങ് എങ്ങനെ കവിത ശ്രമിച്ചതാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു. പിന്നെ ഗിവൺ എക്സസൈസ് മറ്റേതായതുകൊണ്ട് നമ്മൾ മറ്റേതും കൂടി നോക്കണം. മാത്രമല്ല ഇതിൻ്റെ ചോയ്സ്, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ചോയ്സ്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള റിഫ്ലക്ഷൻ റൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫേസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ആക്ട്രസിനെ തന്നെ ചൂസ് ചെയ്യണം. ആ ചോയ്സ് വാസ് ദ ബെസ്റ്റ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. അപ്പം നമുക്ക് മാർക്സ് പറയണ്ടേ? ശോഭനജി 6.5. 6.5 out of 10. മുരളിയേട്ടാ 6.5. 13 out of 20. കവിത, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസസ് ഇനിയും കൊണ്ടുവരിക. ജോസ്കോ വനിതാരത്നം 3യുടെ വിജയികൾക്ക് 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് വി സ്റ്റാർ വെനീസ. ഓരോ ദിവസവും ഓരോ പുതിയ വിഭവങ്ങൾ. ഇന്നത്തെ താരം ജിസ് ആണ്. ഹായ് ജിസ്. ഹായ്. എന്താണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ? എഗ് ബട്ടർ ബോൾസ്. എഗ് ബട്ടർ ബോൾസ്. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്? എന്ന് വെച്ചാൽ ആദ്യം തന്നെ ബോയിൽഡ് എഗ്സ്, പിന്നെ അതുപോലെ തന്നെ സോൾട്ട് ബിസ്ക്കറ്റ്, പിന്നെ ബട്ടർ, കുട്ടികൾക്ക് വളരെ ആവശ്യമുള്ള ബട്ടറാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഓണിയൻ, ടൊമാറ്റോ, പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ക്യാരറ്റ്, വെജിറ്റബിൾസ്, പിന്നെ ഇത് സെലറിയാണ്. സെലറിയാണ് ഇതിന് നമ്മൾ ഫ്ലേവർ ചെയ്യണ സംഭവം. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഇവിടെ 3 എഗ്ഗാണ് എടുക്കണേ. ആ എഗ്ഗ് നമ്മൾ സ്മാഷ് ചെയ്യണം നന്നായിട്ട്. സ്മാഷർ വെച്ചിട്ട് വൈറ്റും യെല്ലോയും രണ്ടും കൂടി ചേർത്ത് നന്നായി ഉടയ്ക്കുക. ഇപ്പം നമുക്ക് ഇത് ഉടച്ചത് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്താലും ശരിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ ബട്ടർ ആഡ് ചെയ്യണം. പിന്നെ ഇതിന് ഫ്ലേവർ ചെയ്യാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് സെലറിയാണ്. അപ്പോൾ സെലറി ആവശ്യത്തിന്. സോൾട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരു ശകലം കുരുമുളക് പൊടി. ഇതിനെ ഇങ്ങനെ ബോൾസ് ആക്കണം. ഏറ്റവും സ്മോൾ, എത്ര ഒരുവിധം പറയുകയാണെങ്കിൽ ഒരു നെല്ലിക്കയുടെ ഷേപ്പിൽ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ബോൾസ് നമ്മൾ സോൾട്ട്, ഇത് വെറുതെ മൊണാക്കോയോ സൺഫീസ്റ്റോ ഏത് സോൾട്ട് ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ഓണിയൻ കട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോ, ആദ്യം ഇങ്ങനെ ബേസിൽ ടൊമാറ്റോ ഇടുക കുറച്ച് ഓണിയൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിലേക്ക് ഇത് വയ്ക്കുക. സമയം 2:27. അറ്റ് ദ സെയിം ടൈം ടൊമാറ്റോ ഒക്കെ കുട്ടികൾക്ക് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സൈഡിൽ സലാഡ് പോലെ ക്യാരറ്റ്, നമുക്ക് കുക്കുംബർ, നമുക്ക് ഇഷ്ടമുള്ള. പിന്നെ ഇതിലും നമ്മൾ കുറച്ചൊരു ബ്യൂട്ടി, അതിനു വേണ്ടി ഇങ്ങനെ കുറച്ച് സോൾട്ട്. ഇപ്പോൾ 4 മിനിറ്റേ ആയിട്ടുള്ളൂ. 1 മിനിറ്റ് മുമ്പ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ആകെ ഒരു ചെറിയ ഒരു മൈനസ് പോയിന്റ് പറയാനുള്ളത്, എന്തെങ്കിലും കുറച്ച് ടേസ്റ്റിനും കൂടി എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതിനെ ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റി ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ. ഇതിനു മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും ഹെൽത്തി ആണ് എന്നൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് പറയട്ടെ, 10ൽ 7.5. വീണ്ടും കാണാം. അതുവരെ ബൈ.